എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അതായത് നാറ്റ 2025 പരീക്ഷയുടെ രജിസ്ട്രേഷൻ അവസാനിച്ചോ, ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ടില്ല. അതായത് ഒരു വർഷം ഏകദേശം 3 സെഷനുകളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന ഈ ഒരു നാറ്റ അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ nata.in എന്നുള്ള അതായത് www.nata.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചറിനെ കുറിച്ചും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാറ്റയുടെ ബ്രൗസർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് രജിസ്ട്രേഷൻ്റെ ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി 3-ാം തീയതി മുതലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 28/6/2025 അതായത് ആ ഒരു ദിവസം വരെയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ ഏകദേശം 7 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഷെഡ്യൂൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാറ്റയുടെ ബ്രൗസർ കൊടുത്തിട്ടുണ്ട്. അതായത് നാറ്റയുടെ ബ്രൗസറിൽ ഈ ഒരു നാറ്റ എക്സാമിനേഷൻ്റെ യോഗ്യത എന്താണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര രൂപയാണ് ഫീസ്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ നാറ്റ 2025 രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നാറ്റ 2025 രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ നൽകിയ ശേഷം അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വരികയും അതിൽ പറയുന്ന അതിൽ ആ ഒരു വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ഇമെയിലിൽ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇതുവരെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ നമ്പർ നൽകിയിട്ട് അതും വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഏകദേശം നിങ്ങൾക്ക് OTP കോഡോ മറ്റു കാര്യങ്ങളോ വരാനാണ് സാധ്യത. അതുപോലെ ഇമെയിലും അതേ രീതിയിൽ തന്നെയാണ് ഇമെയിലും വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈസ് ദിസ് യുവർ വാട്സപ്പ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് നൽകാണ്ട്, അതുപോലെ തന്നെ വീണ്ടും പാസ്വേഡ് നൽകാണ്ട്, അതുപോലെ തന്നെ സെലക്ട് ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതായത് ഈ ഒരു ലോഗിൻ ID റിക്കവർ ചെയ്യുന്നതിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ആണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതും അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ഇവിടെ ആൻസർ എഴുതാവുന്നതുമാണ്. ആ ഒരു ആൻസർ എഴുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് എഴുതിയതെന്നുള്ള സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം പിന്നീട് മറന്നു പോയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ക്യാപ്ച കോഡ് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർക്കിടെക്ചർ അത് നാറ്റ എക്സാമിനേഷൻ്റെ ആ ഒരു കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ തന്നെ നാറ്റയുടെ ബ്രൗസർ അതിനു മുമ്പായിട്ട് നമുക്ക് ഷെഡ്യൂൾ ഓഫ് ഡേറ്റ് നോക്കാം. അതായത് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നാറ്റ 2025 കമൻസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർച്ച് 7 ഓൺവേർഡ്സ് ടിൽ ജൂൺ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ജൂൺ മാസം വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുക. അതായത് 3 സെഷനുകളിലായിട്ടാണ് ഈ ഒരു ജൂൺ മാസം വരെ നടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സെഷൻ എന്ന് പറയുമ്പോൾ ഇനി അതിൽ ഏകദേശം ഫസ്റ്റ് സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഈ ഒരു സെക്കൻഡ് സെഷനോ അല്ലെങ്കിൽ തേർഡ് സെഷനിലൊക്കെയാണ് പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡേറ്റ് ഓഫ് നാറ്റ 2025 എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എവരി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഫ്രം 7/3/2025 ടു 28/6/2025. അതായത് 7/3/2025 മുതൽ 28/6/2025 വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളും അതുപോലെ തന്നെ ശനിയാഴ്ചകളിലുമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുപോലെ എക്സെപ്റ്റ് ഓൺ പബ്ലിക് ഹോളിഡേയ്സ് അതായത് പൊതു അവധി ദിനങ്ങൾ ഒഴികെയുള്ള ഈ ഒരു മാർച്ച് 7-ാം തീയതി മുതൽ ഈ ഒരു ജൂൺ 28-ാം തീയതി വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ദ അപ്കമിംഗ് വീക്കെൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫോർ ഫ്രൈഡേ ടെസ്റ്റ് ആഫ്റ്റർനൂൺ സെഷൻ്റേതാണെങ്കിൽ മൺഡേ 11:59 PM ആണ് ക്ലോസിംഗ് ഡേറ്റ്. അതുപോലെ തന്നെ സാറ്റർഡേ ടെസ്റ്റ് ആണെങ്കിൽ അത് ശനിയാഴ്ച നടക്കുന്ന മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ സെഷനിൽ ആണെങ്കിൽ അത് ട്യൂസ്ഡേ 11:59 PM വരെയാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് ട്യൂസ്ഡേ 11:59 വരെയാണ് മോർണിംഗ് സെഷൻ്റെ, അത് വെള്ളിയാഴ്ച നടക്കുന്ന സെഷൻ്റേത്. അതുപോലെ തന്നെ ഈ ഒരു ശനിയാഴ്ച നടക്കുന്ന മോർണിംഗ് അതുപോലെ ആഫ്റ്റർനൂൺ സെഷൻ്റെ ഇത് ഈ ഒരു
വെനസ്ഡേ 11:59 PM വരെയാണ്. അതായത് ഓരോ ആഴ്ചയിലും ഈ ഒരു ദിവസങ്ങളിൽ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് ഡൗൺലോഡബിൾ അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളിയാഴ്ച നടക്കുന്നത്, അതായത് എല്ലാ ഈ ഒരു ആഴ്ചകളിലും വെള്ളിയാഴ്ച ഒരു പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയുടെ ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുക വെനസ്ഡേ ആണ്, വെനസ്ഡേ വരെയാണ്. അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീട് ഒരു മൺഡേ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡേറ്റ് സമയം കഴിയും, ആ ഒരു ആഴ്ചയിലേത്. അതിനുശേഷം അതിൻ്റെ ട്യൂസ്ഡേ ആണ് അതിൻ്റെ ആപ്ലിക്കേഷനിൽ കറക്ഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കറക്ഷൻ ചെയ്യാൻ പറ്റുക. അതിനുശേഷം വെനസ്ഡേ ആണ് നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുക. അതിനുശേഷം ഫ്രൈഡേ ആണ് അതിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അതേസമയം ഇവിടെ നിങ്ങൾക്ക് സാറ്റർഡേ സെഷനിൽ അത് മോർണിംഗ് സെഷൻ ആയിട്ടുണ്ട്, ആഫ്റ്റർനൂൺ സെഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലെയും ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ചൊവ്വാഴ്ച രാത്രി 11:59 വരെയാണ് ആ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ പല കറക്ഷൻ ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം, അതായത് ബുധനാഴ്ച രാത്രി 11:59 വരെയാണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ശനിയാഴ്ചത്തെ സെഷൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ചയാണ് വരെയാണ് അതിൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വിത്തിൻ 7 days ഫ്രം ഡേറ്റ് ഓഫ് ടെസ്റ്റ്, നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓരോ ദിവസത്തിൻ്റെയും ആ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ഇത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ ഇന്ന് ഏകദേശം ഒരു 15-ാം തീയതി ആണ്. അപ്പോൾ 15-ാം തീയതിക്ക് ശേഷം ഇനിയുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു, അതായത് പരീക്ഷ നടക്കുന്ന ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. 19/4/2025 ആണ് ഈ ഒരു പരീക്ഷ അടുത്തതുള്ളത്. സാറ്റർഡേ ആണ്. അപ്പോൾ അന്ന് ഈ ഒരു മോർണിംഗ് സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈവനിങ് സെഷൻ ഉണ്ട്. അതുപോലെ മോർണിംഗ് സെഷൻ എന്ന് പറയുമ്പോൾ 10 മണി മുതൽ 1 മണി വരെയും, ആഫ്റ്റർനൂൺ സെഷൻ ആകുമ്പോൾ 1:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ന് ഏകദേശം 15-ാം തീയതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്, അതായത് നിലവിൽ നീറ്റ് പരീക്ഷയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ, അതായത് നീറ്റല്ല, ഈ ഒരു കീമിൻ്റെ പരീക്ഷ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള രജിസ്ട്രേഷൻ, അതായത് 29-ാം തീയതി വരെ കീമിൻ്റെ പരീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയ് മാസത്തെ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ മെയ് മാസം ഈ ഒരു ഉള്ള സെഷൻ എന്ന് പറയുന്നത് മെയ് 2-ാം തീയതിയാണ്. മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച ആയതുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ സെഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു മെയ് മാസം ഈ ഒരു 2-ാം തീയതി വരുന്നതിന് മുമ്പായിട്ടുള്ള തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഉണ്ടാവുക രജിസ്ട്രേഷൻ, അതായത് ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. രജിസ്ട്രേഷൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ആ ഒരു ആഴ്ചയിലേത് ഉണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനായിട്ട് ഈ ഒരു വെള്ളിയാഴ്ച സെഷനാണെങ്കിൽ ചൊവ്വാഴ്ചയാണ് കറക്ഷൻ ഉണ്ടാവുക. അതുപോലെ ശനിയാഴ്ച സെഷനാണെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ചയാണ് കറക്ഷൻ ഉണ്ടാവുക. ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഈ ഒരു ബുധനാഴ്ചയാണ് ഹോൾ ടിക്കറ്റ് കിട്ടുക. ശനിയാഴ്ചത്തെ സെഷനിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ഈ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. ഈ ഒരു വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ പരീക്ഷ. ശനിയാഴ്ച ആണെങ്കിൽ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള 2 സെഷനുകളായിട്ട് നിങ്ങൾക്ക് ഏത് സെഷനിലാണ് എക്സാമിനേഷൻ അതിനനുസരിച്ച് പോയിട്ട് പരീക്ഷ എഴുതാവുന്നതാണ്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അതാണ് ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് പരീക്ഷ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നാറ്റയുടെ ബ്രോഷറാണ്. ബ്രോഷർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു നാറ്റയുടെ ബ്രോഷറിൽ ഈ ഒരു നാറ്റ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2 സെഷനുകളായിട്ടാണ്, അതായത് 2 ദിവസങ്ങളായിട്ട് 3 സെഷനുകളായിട്ടാണ് പരീക്ഷ ഉള്ളത്. വെള്ളിയാഴ്ച ഒരു സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ ശനിയാഴ്ച 2 സെഷൻ, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് പരീക്ഷ 2 സെഷനുകളായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 3 പ്രാവശ്യമാണ് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഒരു വർഷത്തിൽ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു നാറ്റയുടെ മുമ്പ് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 2024 പരീക്ഷ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ 2025 നിങ്ങൾ ഒരു പ്രാവശ്യമാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 2024, 2025 ഏതാണ് ബെറ്റർ സ്കോർ അതാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ 2024 ഒരു പ്രാവശ്യം എഴുതി, ഇത്തവണ 2025 2 പ്രാവശ്യം എഴുതി, അതായത് 2 സെഷനിലായിട്ട് 2 പ്രാവശ്യം എഴുതി, അല്ലെങ്കിൽ വിവിധ ദിവസങ്ങളിലായിട്ട് ഓരോ സെഷൻ വെച്ച് നിങ്ങൾ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ 2024 25 കിട്ടിയ ഏറ്റവും മികച്ച സ്കോറാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ 2025 3 പ്രാവശ്യം നിങ്ങൾ പരീക്ഷ എഴുതി വിചാരിക്കുക, അതായത് 3 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെഷനാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ 3 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഭിച്ച 2025 ലഭിച്ച മാർക്കാണ് പരിഗണിക്കുക. 2024 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി 2025 മാർക്കാണ് പരിഗണിക്കുക, കാരണം 3 പ്രാവശ്യം നിങ്ങൾ എഴുതിയതുകൊണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പരീക്ഷയ്ക്ക് നിലവിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ്റെ ആ ഒരു കാര്യങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൻ്റെ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക്, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും, അതുപോലെ പാർട്ട് എ പാർട്ട് ബി എന്നിങ്ങനെ എത്ര മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും രജിസ്ട്രേഷൻ ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസം വെച്ച് പരീക്ഷയുണ്ട് എല്ലാ ആഴ്ചയിലും. ഈ ഒരു ജൂൺ 28-ാം തീയതി വരെ
നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ സെഷനിൽ പങ്കെടുക്കാം. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് രജിസ്ട്രേഷൻ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓരോ സെഷൻ്റെയും ആ ഒരു ഇത് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പിന്നീട് അടുത്ത ദിവസം തന്നെയാണ് അതിൻ്റെ എറർ കറക്ഷൻ. അതിനുശേഷം മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു ഹാൾ ടിക്കറ്റ് കിട്ടുക. അതിനുശേഷം ഏകദേശം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ സെഷനിലായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആവാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു അതായത് വിച്ച് വിൽ ബി ഓൺലൈൻ അഡാപ്റ്റേബിൾ മോഡ് എന്നാണ് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും. അതുപോലെ തന്നെ അതായത് പാർട്ട് എ എന്ന് പറയുന്നത് ഓഫ്ലൈൻ മോഡാണ്. അതുപോലെ തന്നെ പാർട്ട് ബി ഓൺലൈൻ അഡാപ്റ്റീവ് മോഡാണ് എന്നാണ് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും സെൻട്രലായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ജൂൺ 28 തീയതി വരെ നടക്കുന്ന ആഴ്ചയിലെ 2 സെഷനുകളിൽ, അതായത് ആഴ്ചയിലെ 3 സെഷനുകളിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട്, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് രജിസ്ട്രേഷൻ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ചത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ സെഷനിലും, അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശനിയാഴ്ച നടക്കുന്ന ഏതെങ്കിലും രാവിലത്തെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഇതിൽ ഏതെങ്കിലും ഒരു സെഷനിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക് നാറ്റയുടെ എക്സാം അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് ക്വാളിഫൈ ആവുക. നിങ്ങൾക്കൊന്നുകിൽ കീം പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക്, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഈ ഒരു പരീക്ഷ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതുപോലെ നീറ്റിൻ്റെ പരീക്ഷ കൂടി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക. 3 സെഷനിൽ മാത്രമേ മാക്സിമം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതായത് 3 സെഷനിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ ഏതാണോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.